നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ഉഷ്ണതരംഗ സാധ്യത. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയ ക്രമീകരണം മെയ് 15 വരെ നീട്ടിയതായി തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് മുഴുവൻ തൊഴിലിടങ്ങളിലും കർശന പരിശോധന നടത്തുമെന്നും മന്ത്രി. തൃശൂർ വെള്ളാനിക്കരയിൽ സഹകരണ ബാങ്കിലെ സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് വെള്ളാനിക്കര സ്വദേശികളായ അരവിന്ദാക്ഷൻ, ആന്റണി എന്നിവർ. തർക്കത്തിനിടെ ഒരാൾ കൊല്ലപ്പെടുകയും രണ്ടാമത്തെയാൾ ആത്മഹത്യ ചെയ്യുകയുമായിരുന്നുവെന്ന് നിഗമനം. കുണ്ടന്നൂർ ചുങ്കം ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിന് സമീപം നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വൈദ്യുതി പോസ്റ്റിലിടിച്ച് പാടത്തേക്ക് മറഞ്ഞു. പിക്കപ്പ് വാനിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അരിയന്നൂരിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. വാർത്തകൾ വിശദമായി. ഉഷ്ണതരംഗ സാധ്യത. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മെയ് 3 വരെ പാലക്കാട് ജില്ലയിൽ താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. പാലക്കാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യാഴാഴ്ച വരെ അടച്ചിടുവാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. കൊല്ലം, തൃശൂർ ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നു. പകൽ താപനില ക്രമാതീതമായി ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയ ക്രമീകരണം മെയ് 15 വരെ നീട്ടിയതായി തൊഴിൽ നൈപുണ്യ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 3 വരെ തൊഴിലാളികൾ വെയിലത്ത് പണിയെടുക്കുന്നത് കണ്ടെത്തിയാൽ തൊഴിലുടമകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് മുഴുവൻ തൊഴിലിടങ്ങളിലും കർശന പരിശോധന നടത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡിന് മന്ത്രി നിർദ്ദേശം നൽകി. ജില്ലാ ലേബർ ഓഫീസർമാരുടെ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി പരിശോധനകൾ ഊർജിതമാക്കും. തൃശൂർ വെള്ളാനിക്കരയിൽ സഹകരണ ബാങ്കിലെ സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിനകത്ത് പ്രവർത്തിക്കുന്ന വെള്ളാനിക്കര സഹകരണ ബാങ്കിലെ സെക്യൂരിറ്റി ജീവനക്കാരായ വെള്ളാനിക്കര സ്വദേശികളായ അരവിന്ദാക്ഷൻ, ആന്റണി എന്നിവരെയാണ് തിങ്കളാഴ്ച പുലർച്ചെ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ബാങ്കിന്റെ ശാഖയ്ക്ക് സമീപത്തായാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആന്റണിയെ തലയ്ക്ക് പരിക്കേറ്റ് രക്തം വാർന്ന് മരിച്ച നിലയിൽ തറയിൽ വിരിച്ച പായയിലും അരവിന്ദാക്ഷന് ബാങ്കിന് സമീപത്തുള്ള ഓടയിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത നിലയിലുമാണ് കണ്ടെത്തിയത്. ഇരുവരും വെള്ളാനിക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്യൂരിറ്റി ജീവനക്കാരാണ്. ഇരുവരും തമ്മിൽ ഉണ്ടായ സംഘർഷത്തിനിടെ ആന്റണിയെ കൊലപ്പെടുത്തിയ ശേഷം അരവിന്ദാക്ഷൻ ആത്മഹത്യ ചെയ്തതാകാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇരുവരും തമ്മിൽ സംഘർഷമുണ്ടാകുന്നതിനുള്ള കാരണം വ്യക്തമല്ല. ഒല്ലൂർ ACP, മണ്ണുത്തി ഇൻസ്പെക്ടർ ഉൾപ്പെടെ വൻ പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ ഇരുവരുടെയും മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരൂവെന്ന് പോലീസ് അറിയിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. അരിയന്നൂരിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ആനായിക്കൽ ഇരിങ്ങറ്റൂർ വീട്ടിൽ പരേതനായ വിജയന്റെ മകൻ ജിജിലാണ് മരിച്ചത്. 32 വയസ്സായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി അരിയന്നൂരിൽ വെച്ചായിരുന്നു അപകടം. ജിജിൽ സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റ് നിയന്ത്രണം വിട്ട് മറിഞ്ഞതിനെ തുടർന്ന് സാരമായി പരിക്കേറ്റ ഇയാളെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ചികിത്സയ്ക്കിടെ ഞായറാഴ്ച രാത്രി മരണം സംഭവിച്ചു. ഗുരുവായൂർ എലൈറ്റ് ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്നു. വർഷങ്ങളായി പെരുവല്ലൂരിൽ താമസിച്ചു വന്നിരുന്ന ജിജിലിന്റെ കുടുംബം ഈ അടുത്ത സമയത്താണ് ആനായിക്കലിലേക്ക് മാറിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം പെരുവല്ലൂരിലേക്ക് കൊണ്ടുപോയി സംസ്കാരം നടത്തി. അവിവാഹിതനാണ്. ജ്യോതിർ ഗീത മാതാവും ശ്രീധന, ശ്രീജന എന്നിവർ സഹോദരങ്ങളുമാണ്. കുണ്ടന്നൂർ ചുങ്കം ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിന് സമീപം നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വൈദ്യുതി പോസ്റ്റിലിടിച്ച് പാടത്തേക്ക് മറിഞ്ഞു. പിക്കപ്പ് വാനിലുണ്ടായിരുന്നവർ പരിക്കുകളേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ കർണാടകയിൽ നിന്നും കരിമ്പുമായി വന്നിരുന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത്. പിക്കപ്പ് വാനിന്റെ ആക്സിൽ മുറിഞ്ഞ് നിയന്ത്രണം വിട്ട് വൈദ്യുതി കാലിൽ ഇടിച്ച് പാടത്തേക്ക് മറിയുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന കർണാടക സ്വദേശികളായ പ്രഭു, ബസവ എന്നിവർ പരിക്കുകളില്ലാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെ 7:30ഓടെയാണ് അപകടമുണ്ടായത്. ഇരുമ്പിന്റെ വൈദ്യുതിക്കാൽ വളയുകയും വൈദ്യുതി കമ്പികൾ പൊട്ടിവീഴുകയും ചെയ്തു. മേഖലയിലെ വൈദ്യുതി ബന്ധം തകരാറിലായി. കേരള വിഷൻ, കെ-ഫോൺ എന്നിവയുടെ കേബിളുകൾ പൊട്ടുകയും ചെയ്തിട്ടുണ്ട്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. എരുമപ്പെട്ടി ദുബായ് പാലസിന് സമീപം സ്കൂട്ടറിൽ നിന്ന് വീണ് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. കുട്ടഞ്ചേരി കാങ്കിലാത്ത വീട്ടിൽ സരിതയ്ക്കാണ് പരിക്ക്. ഇവരെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ ആദ്യം കുന്നംകുളത്തെ മലങ്കര ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കുന്നംകുളം ദയ ആശുപത്രിയിലേക്ക് മാറ്റി.
ഗുരുവായൂർ ദേവസ്വം കീഴടമായ നെന്മിനി ബലരാമ ക്ഷേത്രത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന അക്ഷയ തൃതീയ മഹോത്സവത്തിന് ബുധനാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുവായൂർ ദേവസ്വവും ക്ഷേത്ര ക്ഷേമ സമിതിയും സംയുക്തമായിട്ടാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ബുധനാഴ്ച വൈകിട്ട് 5:30 മെഗാ തിരുവാതിരയോടെ ആഘോഷത്തിന് തുടക്കമാകും. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിക്കും. തുടർന്ന് തിരുവാതിരക്കളിയും മീര ശ്രീനാരായണന്റെ ഭരതനാട്യവും അരങ്ങേറും. ദിവസവും മാതൃസമിതിയുടെ നാരായണീയ പാരായണം, വിവിധ സംഘങ്ങളുടെ തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ തുടങ്ങി കലാപരിപാടികൾ അരങ്ങേറും. ദിവസവും ചുറ്റുവിളക്കിന് ശേഷം കഞ്ഞിയും പുഴുക്കും പ്രസാദമായി നൽകും. ബലരാമ ജയന്തിയായ മെയ് 10 സപ്തശുദ്ധി കലശാഭിഷേകം, വിശേഷാൽ പൂജകൾ എന്നിവയ്ക്ക് ശേഷം 11:30 പിറന്നാൾ സദ്യ ആരംഭിക്കും. തുടർന്ന് ഗുരുവായൂർ വിമലന്റെ നേതൃത്വത്തിൽ ആൽത്തറമേളം, ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടാകും. എഴുന്നള്ളിപ്പിനെ ക്ഷേത്ര സന്നിധിയിൽ നിറപറ വെച്ച് സ്വീകരിക്കും. തുടർന്ന് ദേവ സഹോദര സംഗമം നടക്കും. ക്ഷേത്രക്ഷേമ സമിതി ഭാരവാഹികളായ പി പുരുഷോത്തമ പണിക്കർ, എ വി പ്രശാന്ത്, കെ ശ്രീകുമാർ, എം ഹരിദാസൻ, എം ആർ മുകുന്ദരാജ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, ഗുരുവായൂർ. വേലൂരിൽ യുവാവ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചു. പോസ്റ്റ് ഓഫീസ് സെന്ററിൽ കുന്നത്തെ വീട്ടിൽ പരേതനായ ബാബുവിന്റെ മകൻ വിപിനാണ് മരിച്ചത്. 33 വയസ്സായിരുന്നു. മഞ്ഞപ്പിത്തം ബാധിച്ച് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ലിജിയാണ് ഭാര്യ. ധ്രുവ, കെവിൻ എന്നിവർ മക്കളാണ്. സംസ്കാരം വൈകിട്ട് 4 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. എടപ്പാൾ നടുവട്ടത്ത് കാൽനട യാത്രക്കാരൻ കാറിടിച്ചു മരിച്ചു. അയലക്കാട് വീട്ടിലവളപ്പിൽ 55 വയസ്സുള്ള അഹമ്മദാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 7:15 കൂടിയായിരുന്നു അപകടം. അയലക്കാടുള്ള വീട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനായി നടുവട്ടത്തേക്ക് പോകുന്നതിനിടെ സ്കൂട്ടിയിലെ പെട്രോൾ കഴിഞ്ഞതിനെ തുടർന്ന് പെട്രോൾ വാങ്ങാനായി നടന്നു പോകുമ്പോഴാണ് അപകടമുണ്ടായത്. നാട്ടുകാർ ചേർന്ന് എടപ്പാൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാഗാപ്പുഴയ്ക്ക് ശാപമോക്ഷമേകി എളവള്ളി പഞ്ചായത്ത്. ജലസംരക്ഷണ രംഗത്ത് എളവള്ളി പഞ്ചായത്തിന്റെ മാതൃകാപരമായ പ്രവർത്തനത്തിന് നാന്ദി കുറിച്ചു. എളവള്ളി, തോളൂർ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന വാഗപ്പുഴയ്ക്ക് ഇനി തടസ്സങ്ങളില്ലാതെ ഒഴുകാം. നീരൊഴുക്കിന് തടസ്സമായി നിൽക്കുന്ന മൺതിട്ടകളും പാറക്കെട്ടുകളും കൈതക്കാടുകളും നീക്കം ചെയ്തുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഈ മാതൃകാപരമായ പ്രവൃത്തി നടപ്പിലാക്കുന്നത്. 2023-24 വർഷത്തെ പദ്ധതി വിഹിതത്തിൽ നിന്നും 15 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി നീക്കിവെച്ചത്. മൈനർ ഇറിഗേഷൻ വകുപ്പിൽ 15 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചാണ് പദ്ധതി ആരംഭിച്ചത്. ലഭ്യമാകുന്ന ചെളിയും മണ്ണും പ്രത്യേകമായ സ്ഥലത്ത് നിക്ഷേപിച്ച് പിന്നീട് ലേലം ചെയ്യും. ഒഴുക്കിന് തടസ്സം മൂലം വാഗപ്പുഴ കര കവിഞ്ഞ് കാക്കത്തുരുത്തി പ്രദേശം എല്ലാ വർഷവും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെടാറുണ്ടായിരുന്നു. മാത്രമല്ല, പദ്ധതി പൂർത്തീകരിക്കുന്നതോടെ വേനൽക്കാലത്ത് വാഴാനി ഡാമിൽ നിന്നും തുറന്നുവിടുന്ന വെള്ളം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് ധാരാളം സംഭരിക്കാനും കഴിയും. കരയിൽ നിന്നും വീണുകിടക്കുന്ന മരക്കൊമ്പുകളിൽ കയറിക്കൂടുന്ന ഇഴജന്തുക്കളുടെ ഭീഷണിയും ഇതുമൂലം ഇല്ലാതാകും. 600 മീറ്റർ ദൂരമാണ് ഈ വർഷത്തെ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാഗപ്പുഴയിലെ തടസ്സങ്ങൾ നീക്കുന്നതുമൂലം കാക്കത്തിരുത്ത് പ്രദേശത്തെ നിരന്തര വെള്ളപ്പൊക്ക ഭീഷണി ഇല്ലാതാകുമെന്ന് പദ്ധതി ആസൂത്രണം ചെയ്ത എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു. എളവള്ളി ഗ്രാമപഞ്ചായത്തിനെയും തോളൂർ ഗ്രാമപഞ്ചായത്തിനെയും തമ്മിൽ അതിർത്തി പങ്കിടുന്ന കേച്ചേരി പുഴ അല്ലെങ്കിൽ വാഗപ്പുഴ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ നമ്മുടെ 2 പഞ്ചായത്തുകളിലെയും അതിർത്തിയിൽപ്പെടുന്ന പുഴഭാഗം വളരെയധികം മൺതിട്ടകളും അതുപോലെ തന്നെ കൈതക്കാടുകളും അതുപോലെ ചെളിയും നിറഞ്ഞ് ജലഗതാഗതത്തിന് അല്ലെങ്കിൽ ജല ആഗമന നിർഗമനത്തിന് തടസ്സമായി നിൽക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് എളവള്ളി ഗ്രാമപഞ്ചായത്ത് 15 ലക്ഷം രൂപ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പുഴ വൃത്തിയാക്കുന്ന നടപടിയായിട്ടെടുത്തിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ നടപടിയുടെ ഭാഗമായിട്ടാണ് എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതി വെച്ചിട്ടുള്ളത്. ഈ എല്ലാ മൺതിട്ടകളും അതുപോലെ തന്നെ കൈതക്കാടുകളും പാറക്കെട്ടുകളും ഒക്കെ നീക്കം ചെയ്യുന്നത് വഴി ഇവിടെ ഒരു വെള്ളപ്പൊക്ക ഭീഷണി പോലും ഇല്ലാതാകാനായിട്ട് സാധിക്കുമെന്നതാണ്. വരും വർഷങ്ങളിൽ തുടർ പദ്ധതിക്കായി പണം വകയിരുത്താനാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനം. CCTV ന്യൂസ്, കേച്ചേരി. എരുവപ്പെട്ടി കടങ്ങോട് റോഡിന് സമീപത്ത് ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ച് ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. നെല്ലുവായി മാങ്ങാര പുഞ്ചയിൽ വീട്ടിൽ കൃഷ്ണനാണ് പരിക്കേറ്റത്. ഇയാളെ എരുവപ്പെട്ടി ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുന്നിരക്കുളം ചമ്മന്നൂർ മാഞ്ചിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവം തുടക്കം കുറിച്ച് കൊടിയേറ്റം നടന്നു. മെയ് 8, 9, 10 തീയതികളിലായിട്ടാണ് വിപുലമായ പരിപാടികളോടെ വേല മഹോത്സവം ആഘോഷിക്കുന്നത്. തിങ്കളാഴ്ച കാലത്ത് 9:15 ക്ഷേത്രം തന്ത്രി ശശിധരൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് ശിവദാസൻ പരത്തിവളപ്പിൽ കൊടിയേറ്റം നിർവഹിച്ചു. ക്ഷേത്രം ശാന്തി നാരായണൻകുട്ടി, രനീഷ് വെളിച്ചപ്പാട് തുടങ്ങിയവർ സഹകാർമ്മികരായി. തിങ്കളാഴ്ച മുതൽ മെയ് 10 വരെ കാലത്ത് 8 മണി മുതൽ 10 മണി വരെ കഞ്ഞിയും പുഴുക്കും, ഉച്ചയ്ക്ക് 12:30 മുതൽ 1:30 വരെ പ്രസാദ ഊട്ടും ഉണ്ടായിരിക്കും.
ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും നടക്കൽ പറവെപ്പും ഉണ്ടാകും. മെയ് 5, 6, 7, 8 തീയതികളിൽ വൈകിട്ട് 7:30 നാട്ടിലെ കുട്ടികളുടെ നൃത്താവതരണം നടക്കും. ഇതിന് താൽപ്പര്യമുള്ളവർ ക്ഷേത്രം ഓഫീസിൽ മെയ് 3 തീയതിക്ക് മുമ്പായി അറിയിക്കണം. മെയ് 9 വേല ദിവസം പുലർച്ചെ വിവിധ ദേശക്കാരുടെ താലം എഴുന്നള്ളിപ്പും ഉച്ചയ്ക്ക് 12 കുതിര എഴുന്നള്ളിപ്പും വൈകിട്ട് 3:30 തിടമ്പെഴുന്നള്ളിപ്പും വിവിധ കമ്മിറ്റികളുടെ ആനപ്പൂരം, കാവടി, ചെണ്ടമേളം എന്നിവയും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് 5 മണിക്ക് കൂട്ടി എഴുന്നള്ളിപ്പോടെ വേലകയറ്റം, തുടർന്ന് ദീപാരാധനയും തായമ്പകയും ഉണ്ടാകും. മെയ് 10 വെള്ളിയാഴ്ച പുലർച്ചെ തിടമ്പ് എഴുന്നള്ളിപ്പിന് ശേഷം ഗുരുതി തർപ്പണം നടത്തി നട അടയ്ക്കുന്നതോടെ വേല മഹോത്സവം സമാപിക്കും. ഭാരവാഹികളായ ക്ഷേത്രം പ്രസിഡന്റ് ശിവദാസൻ പരത്തിവളപ്പിൽ, സെക്രട്ടറി സുരേഷ് ബാബു പാലക്കൽ, രാജൻ, സുനിൽകുമാർ പാറക്കാട്ട്, പി സുരേന്ദ്രൻ തുടങ്ങി ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി പ്രവർത്തകരും നേതൃത്വം നൽകും. CCTV ന്യൂസ്, പുന്നയൂർകുളം. കനത്ത ചൂടിനെ തുടർന്ന് അംഗൻവാടി വിദ്യാർത്ഥികൾക്ക് അവധി പ്രഖ്യാപിച്ച് വനിതാ ശിശുവികസന വകുപ്പ്. അന്തരീക്ഷ താപനില ഉയർന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ അംഗൻവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കുവാനാണ് വനിതാ ശിശുവികസന വകുപ്പിന്റെ തീരുമാനം. ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സുരക്ഷാ മുന്നറിയിപ്പിനെ തുടർന്നും ആരോഗ്യവകുപ്പിന്റെ ആരോഗ്യ ജാഗ്രതാ നിർദ്ദേശങ്ങളെ തുടർന്നുമാണ് മന്ത്രി വീണ ജോർജ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. അംഗൻവാടികൾ തുറന്ന് പ്രവർത്തനം നടത്തും. വർക്കറും ഹെൽപ്പറും ജോലിക്ക് ഹാജരാവുകയും അംഗൻവാടികളുടെ മറ്റ് പ്രവർത്തനങ്ങൾ പതിവ് പോലെ നടക്കുകയും ചെയ്യും. കുട്ടികൾക്ക് അവധി നൽകിയിട്ടുള്ള ദിവസങ്ങളിലേക്ക് കുട്ടികൾക്ക് നൽകേണ്ട സപ്ലിമെന്ററി ന്യൂട്രീഷൻ വീടുകളിലെത്തി ഒരാഴ്ചത്തേക്ക് എത്തിക്കുമെന്നും വകുപ്പ് അധികൃതർ അറിയിച്ചു. ഉത്തരേന്ത്യയിൽ നിന്ന് ചപ്പാത്തി കേരളത്തിലെത്തിയതിന്റെ 100ാം വാർഷികം പ്രമാണിച്ച് കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ജനകീയ ഹോട്ടലിൽ സൗജന്യമായി ചപ്പാത്തി വിതരണം നടത്തി. ഉച്ചഭക്ഷണം കഴിക്കാനെത്തിയവർക്കാണ് ചപ്പാത്തി സൗജന്യമായി നൽകിയത്. ഗാന്ധിജിയുടെ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചപ്പാത്തി എത്തിയതിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് കൂനമുച്ചിയിലെ സത്സംഗ് പ്രവർത്തകരാണ് ചപ്പാത്തിയും കറിക്കാവശ്യമായ പച്ചക്കറികളും സംഭാവന ചെയ്തത്. ജനകീയ ഹോട്ടലിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം കണ്ടാണശ്ശേരി പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷ ഉഷ പ്രഭുകുമാർ നിർവഹിച്ചു. മാതൃകാപരമായ ഇത്തരം സഹായങ്ങൾ ജനകീയ ഹോട്ടലുകൾക്ക് വലിയ കൈത്താങ്ങാണെന്ന് ഉഷ പ്രഭുകുമാർ അഭിപ്രായപ്പെട്ടു. സത്സംഗ് ചെയർമാൻ മേജർ PJ സ്റ്റൈജു അധ്യക്ഷനായി. ജനകീയ ഹോട്ടൽ പ്രവർത്തകർക്ക് ചപ്പാത്തി പാക്കറ്റുകൾ സ്റ്റൈജു കൈമാറി. സത്സംഗ് പ്രവർത്തകരായ TJ വിജു മാസ്റ്റർ, ജോമി ജോൺസൺ, മാധ്യമപ്രവർത്തകനായ PJ ബിജോയ് എന്നിവർ സംബന്ധിച്ചു. മാതൃകാപരമായ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ജനകീയ ഹോട്ടലുകളെ തെരഞ്ഞെടുത്തതിന് സത്സംഗ് പ്രവർത്തകരെ ജനകീയ ഹോട്ടൽ പ്രവർത്തകരായ കോമള ജ്യോതിദാസ്, ചന്ദ്രിക അയ്യപ്പൻ, ജുമൈല ഹക്കീം, ദേവി രാമനുണ്ണി എന്നിവർ അഭിനന്ദിച്ചു. വരും ദിവസങ്ങളിലും ജനകീയ ഹോട്ടലുകളിലേക്ക് ആവശ്യമായ വസ്തുക്കൾ ലഭ്യമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ചെയർമാൻ മേജർ PJ സ്റ്റൈജു കുടുംബശ്രീ പ്രവർത്തകർക്ക് ഉറപ്പു നൽകി. CCTV ന്യൂസ്, കേച്ചേരി. വാഗ ബദ്രിയ മസ്ജിദിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി PT ഉസ്താദ് അനുസ്മരണവും ദുആ മജ്ലിസും സംഘടിപ്പിച്ചു. വാഗ ജുമാഅത്ത് വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് സുലൈമാൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായി. ഉസ്താദ് ഹാരിസ് ദാരിമി ദുആ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സെക്രട്ടറി സൈനുദ്ദീൻ മാമു, ട്രഷറർ ഹനീഫ ഹാജി, അബൂബക്കർ മുസ്ലിയാർ, അൻസാർ മുസ്ലിം സംഘം പ്രസിഡന്റ് റസാഖ് എന്നിവർ സംസാരിച്ചു. എരുവപ്പെട്ടി ചിറ്റണ്ട കാർത്തിക പാടശേഖരത്തിലേക്കുള്ള വഴി സ്വകാര്യ വ്യക്തി കമ്പിവേലി കെട്ടിയടച്ചു. പാടശേഖര സമിതിയും നാട്ടുകാരും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി വേലി പൊളിച്ചു മാറ്റുവാൻ സ്വകാര്യ വ്യക്തിക്ക് ഉത്തരവ് നൽകി. ചിറ്റണ്ട ജുമാ മസ്ജിദ് റോഡിൽ നിന്നും ചിറ്റണ്ട പുത്തൻകുളത്തിലേക്ക് നാട്ടുകാർക്ക് നടന്നു പോകുന്നതിനും പാടത്ത് കൃഷിയാവശ്യത്തിനായി ട്രാക്ടറും മറ്റു വാഹനങ്ങളും ഇറക്കുന്നതിനുമുള്ള വഴിയാണ് സ്വകാര്യ വ്യക്തി അടച്ചുകെട്ടിയത്. നിരവധി തവണ പാടശേഖര സമിതിയും നാട്ടുകാരും ഇത് പൊളിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടെങ്കിലും സ്വകാര്യ വ്യക്തി തയ്യാറായില്ല. തുടർന്ന് തഹസീൽദാർക്കും വില്ലേജ് ഓഫീസർക്കും കൃഷി ഓഫീസർക്കും പരാതി നൽകി. സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥർ അനധികൃതമായി കമ്പിവേലി കെട്ടിയിരുന്നത് തടയുകയും പൊളിച്ചു നീക്കാൻ ഉത്തരവ് നൽകുകയും ചെയ്തു. പാടശേഖര സമിതി പ്രസിഡന്റ് P മനോഹരൻ, സെക്രട്ടറി KK ഗിരീഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് തുടങ്ങിയവരും സ്ഥലത്തുണ്ടായിരുന്നു. ഇന്ന് രാവിലെ നമ്മുടെ ചിറ്റണ്ട പാടശേഖര സമിതിയോട് ചേർന്ന് കിടക്കുന്ന ചിറ്റണ്ട കള്ളുഷാപ്പ് പരിസരത്ത് രാമേന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പാടം മൊത്തം കമ്പിവേലി ഇടുക എന്ന അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ പാടശേഖര സമിതിയിൽ പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി ഓഫീസിലും അതുപോലെ തന്നെ റവന്യൂ ഓഫീസുകളിലും പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തഹസിൽദാർ വന്ന് സ്ഥലം പരിശോധിക്കുകയും ആ കമ്പിവേലി അഴിച്ചു മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുകയാണ്.
എത്രയും പെട്ടെന്ന് ആ കമ്പിവേലി അഴിച്ചു മാറ്റി പാടത്തിൽ ഇതിലേക്ക് ട്രാക്ടറും അതുപോലെ തന്നെ കൊയ്ത്ത് മെഷീനെല്ലാം ഇറങ്ങാവുന്ന ഒരവസ്ഥ ഉണ്ടാക്കി തരാനായിട്ടുള്ള നടപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. CCTV ന്യൂസ് എരുമപ്പെട്ടി. നന്മ ബാലയരങ്ങ് കലാ പഠന ശില്പശാല ചൊവ്വാഴ്ച കുന്നംകുളം നന്മ ഓഫീസിൽ നടക്കും. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. നൃത്തം, സംഗീത, ചിത്രകല, അഭിനയം എന്നിവയിൽ ക്ലാസുകളുണ്ടാകും. നൃത്തം, സംഗീതം, ചിത്രകല, അഭിനയം, സിനിമ തുടങ്ങിയ വിഷയങ്ങളിലുള്ള ക്ലാസുകൾ ശില്പശാലയിൽ നടത്തുന്നുണ്ട്. ശില്പശാലയുടെ ഔപചാരികമായ ഉദ്ഘാടനം കുന്നംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സീതാ രവീന്ദ്രൻ നിർവഹിക്കുന്നതായിരിക്കും. ശില്പശാലയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ രാവിലെ 8:30 മണിക്ക് തന്നെ കുന്നംകുളം നന്മ ഓഫീസിലെത്തി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. പെങ്ങാമുക്ക് ഹൈസ്കൂളിന് സമീപത്തെ കലുങ്കിൽ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. പ്ലാസ്റ്റിക് കവറുകളിലാക്കിയാണ് മാലിന്യങ്ങൾ റോഡരികിലെ കലുങ്കിനടിയിലിടുന്നത്. മദ്യക്കുപ്പികളും കലുങ്കിനടിയിലേക്ക് വലിച്ചെറിയുന്ന നിലയിലാണ്. മാലിന്യങ്ങൾ തിന്നാനെത്തുന്ന നായ്ക്കളുടെ ശല്യവും ഇവിടെ രൂക്ഷമാണ്. മഴവെള്ളം പാടത്തേക്ക് ഒഴുകി പോകുന്നതിനായാണ് കലുങ്ക് നിർമ്മിച്ചത്. കലുങ്കിൽ മാലിന്യങ്ങൾ നിറയുന്നത് മൂലം മഴവെള്ളത്തിൽ പാടത്തേക്ക് ഒഴുകിയെത്തുമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ നടപടികൾ എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1996-97 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. മുൻകാലാധ്യാപകരായ VC ധനലക്ഷ്മി, KA നസീമ എന്നിവരെ ആദരിച്ചു. PTA പ്രസിഡന്റ് മുഹമ്മദ് റാഫി പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിന് നൽകിയ ഉപഹാരം ഏറ്റുവാങ്ങി. ഉന്മേഷ്, സലിം, ഉമേഷ്, സൗമ്യ, ജിജി എന്നിവർ ആശംസകൾ നേർന്നു. ജാസ്മിൻ, സന്ധ്യ, ലൈല എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി മുരിങ്ങാത്തേരി കുടുംബ ട്രസ്റ്റിന്റെ 20ാം വാർഷിക സംഗമം തൃശൂർ അതിരൂപത വികാരി ജനറൽ ഫാദർ ജോസ് കോനിക്കര ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി തിരുഹൃദയ പള്ളിയിൽ നടന്ന ദിവ്യബലിയോടുകൂടിയാണ് സംഗമം ആരംഭിച്ചത്. ഫാദർ ജോയ് മുരിങ്ങാത്തേരി അധ്യക്ഷത വഹിച്ചു. MV തോമസ് സ്വാഗതം പറഞ്ഞു. MT സോളമൻ റിപ്പോർട്ടും ഫ്രാൻസിസ് മുരിങ്ങാത്തേരി വാർഷിക കണക്കും അവതരിപ്പിച്ചു. ഫാദർ ജോമോൻ, ജിജോ, സിജോ, ഗിരിജോ, പോൾ, ചെൽസൂസ്, MC ഐജു എന്നിവർ സംസാരിച്ചു. സന്യസ്ത വാർഷികം ആഘോഷിക്കുന്ന സിസ്റ്റേഴ്സിനെയും വൈദികരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്ന അൽമായരെയും ആദരിച്ചു. അപൂർവ നേട്ടം കൈവരിച്ചവരെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം സ്വന്തമാക്കിയവരെയും അനുമോദിച്ചു. തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. പെങ്ങാമുക്ക് ചെറുവള്ളിക്കടവ് പാലത്തിന് സമീപം ശുദ്ധജല പദ്ധതിയുടെ വാൽവിലൂടെ വൻതോതിൽ വെള്ളം പാഴാകുന്നത് പരിഹരിച്ചില്ല. ഇതോടെ മാസത്തോളമായി വെള്ളം പമ്പ് ചെയ്യുമ്പോഴെല്ലാം വെള്ളം തോട്ടിലേക്ക് ഒഴുകുകയാണ്. കനത്ത വേനലിൽ വെള്ളം കിട്ടാതെ നാട്ടുകാർ വലയുമ്പോഴാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ദിവസവും ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം പാഴാകുന്നത്. ശുദ്ധജല പദ്ധതിയുടെ വാൽവിന്റെ തകരാറ് മൂലമാണ് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത്. മുൻപ് നമ്പരപ്പടവിന്റെ സമീപത്തെ പൈപ്പിന്റെ വാൽവ് തകരാറിലായി വെള്ളം സമീപത്തെ പാടത്തേക്ക് ഒഴുകിയിരുന്നു. കൊയ്ത്തിനൊരുങ്ങിയ പാടത്ത് വെള്ളം നിറഞ്ഞത് മൂലം നെല്ല് കൊയ്തെടുക്കാനാകാതെ കർഷകൻ വലഞ്ഞിരുന്നു. കർഷകന്റെ കഷ്ടപ്പാടിനെപ്പറ്റി CCTV വാർത്ത നൽകിയതോടെ ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ ഈ വാൽവ് അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സമീപത്തെ വാൽവ് ചോർന്ന് വെള്ളം പാഴാകുന്നത്. വേനലിൽ വറ്റിവരേണ്ട തോട്ടിൽ പൈപ്പിലെ വെള്ളം ഒഴുകി നിറഞ്ഞതായി നാട്ടുകാർ പറയുന്നു. പുന്നിയൂർക്കുളം പഞ്ചായത്തുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന പ്രധാന പൈപ്പിന്റെ വാൽവിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. ഈ പഞ്ചായത്തുകളിലേക്ക് വെള്ളം വിതരണം ചെയ്യുമ്പോഴെല്ലാം വാൽവിലൂടെ ശക്തിയായി വെള്ളം പുറത്തേക്ക് ചീറ്റുകയാണ്. പൈപ്പിന്റെ വാൽവ് അറ്റകുറ്റപ്പണികൾ നടത്തി വെള്ളത്തിന്റെ ചോർച്ച അടയ്ക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCTV ന്യൂസ് പെരുമ്പല. എരുമപ്പെട്ടിയിൽ മൈഗാങ് ഐക്കൺസിന്റെ നേതൃത്വത്തിൽ ആദൂർ സൂപ്പർ ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിച്ചു. 4 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ആദൂർ നിവാസികളെ ഒരുമിച്ച് കൂട്ടുക എന്ന ലക്ഷ്യത്തോടെ മുതിർന്ന ആളുകളെയും ലീഗിന്റെ ഭാഗമാക്കിയിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ നടന്ന മത്സരത്തിൽ മൈഗാങ് ഐക്കൺ എന്ന ടീം വിജയിച്ചു. KR ട്രേഡേഴ്സ് ടീമിനെ റണ്ണേഴ്സായി തെരഞ്ഞെടുത്തു. ലീഗിലെ ഏറ്റവും നല്ല പ്ലെയറായി അനസ് ആദൂരിനെയും മികച്ച ബാറ്റ്സ്മാനായി KR രജീഷിനെയും തെരഞ്ഞെടുത്തു. തുടർന്ന് സമ്മാന വിതരണവും ഉണ്ടായി. 7 സ്റ്റാർ വേലൂരിന്റെ ആഭിമുഖ്യത്തിൽ ഓൾ കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. ഏപ്രിൽ 28 മുതൽ മെയ് 4 വരെയാണ് ടൂർണമെന്റ്. ഓൾ കേരള തലത്തിൽ 8 ടീമുകളെയും വേലൂർ പഞ്ചായത്ത് തല മത്സരത്തിൽ 8 ടീമുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന വേലൂരിലെ ഫുട്ബോൾ മാമാങ്കം ഒരാഴ്ച നീണ്ടുനിൽക്കും. അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ 7 സ്റ്റാർ വേലൂർ, രണസൂര്യ വേലൂർ, പ്ലേബോയ്സ് കുട്ടനെല്ലൂർ, ഗ്രിഫിൻസ് FC, തൃശൂർ ലബാമ്പ, മാള പെരിയാർ റൈസ്, കാലടി ORPC, കേച്ചേരി ലാലി, മതിലമ്മ തൃശൂർ എന്നീ ടീമുകളാണ് മത്സരത്തിൽ ഏറ്റുമുട്ടുക.
ആദ്യം നടന്ന പഞ്ചായത്ത് തല മത്സരത്തിൽ ജനസേവന പാത്രമംഗലവും TFA തണ്ടിലവും ഏറ്റുമുട്ടിയപ്പോൾ ഇരു ടീമുകൾക്ക് ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു. തുടർന്ന് നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇരു ടീമുകൾക്കും ഗോളുകൾ നേടാനായില്ല. തുടർന്ന് ടോസിലാണ് വിജയികളെ പ്രഖ്യാപിച്ചത്. TFA തണ്ടിലം വിജയികളായി. അഖില കേരള സെവൻസ് ഫുട്ബോൾ മിനി കളക്ഷൻ ടൂർണമെന്റിൽ ഉദ്ഘാടന മത്സരത്തിൽ രണസൂര്യ വേലൂരും ഗ്രിഫിൻസ് FC തൃശൂരും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ രണസൂര്യ വേലൂർ 2-1 വിജയിച്ചു. രണസൂര്യയ്ക്കായി സാലി ഇരട്ട ഗോൾ നേടി. ഗ്രിഫിൻസ് FCക്ക് വേണ്ടി മുഹമ്മദ് ഒരു ഗോളും നേടി. ഓൾ കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമ്മൽ നിർവഹിച്ചു. 7 സ്റ്റാർ ക്ലബ്ബ് പ്രസിഡന്റ് വിഷ്ണു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രെഡി ജോൺ, CPM ലോക്കൽ സെക്രട്ടറി അബിൽ ബേബി, BMS പഞ്ചായത്ത് കമ്മിറ്റി അംഗം മുകുന്ദൻ, പഞ്ചായത്ത് മെമ്പർ സ്വപ്ന രാമചന്ദ്രൻ, ക്ലബ്ബ് സെക്രട്ടറി ലിനോജ്, ക്ലബ്ബ് രക്ഷാധികാരി സാബു കുറ്റിക്കാട് എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് വേലൂർ. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എടക്കഴിയൂർ യൂണിറ്റ് 27ാം വാർഷികവും തെരഞ്ഞെടുപ്പ് നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CI ജോർജ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ PL ജോസഫ് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. നിയോജക മണ്ഡലം ചെയർമാൻ ലൂക്കോസ് തലക്കോട്ടൂർ വരണാധികാരിയായി. നിയോജക മണ്ഡലം കൺവീനർ ജോജി തോമസ്, വനിതാ വിംഗ് പ്രസിഡന്റ് റംല, വനിതാ വിംഗ് സെക്രട്ടറി ഷമീറ, RV ബഷീർ, ദിലീപ് കുമാർ, മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി മോഡൻ ബഷീർ സ്വാഗതവും PC ഹൈദ്രോസ് നന്ദിയും പറഞ്ഞു. സ്നേഹവിരുന്നും ഗാനമേളയും ഉണ്ടായിരുന്നു. ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന 2ാമത് അഖിലേന്ത്യാ ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് നാടിന് ആവേശമായി മാറുന്നു. പുരുഷന്മാരുടെ കുത്തകയായിരുന്ന ഫുട്ബോൾ ആസ്വാദനത്തിന് സ്ത്രീകളും കൂട്ടമായി എത്തുന്നതാണ് ശ്രദ്ധേയമാക്കുന്നത്. ഞായറാഴ്ച നടന്ന മത്സരത്തിൽ ഉഷ FC തൃശൂരും FC കൊണ്ടോട്ടിയും തമ്മിൽ ഏറ്റുമുട്ടി. 1-1 സമനില പാലിച്ച മത്സരം എക്സ്ട്രാ സമയത്തും സമനിലയായി. പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ FC കൊണ്ടോട്ടി വിജയിച്ചു. ഇരു ടീമുകൾക്ക് കായിക പ്രേമികൾ മികച്ച പിന്തുണയാണ് നൽകിയത്. തിങ്കളാഴ്ച രാത്രി നടക്കുന്ന മത്സരത്തിൽ കഴിഞ്ഞ വർഷം ചാമ്പ്യന്മാരായി സ്വർണ്ണക്കപ്പ് നേടിയ ഫിഫ മഞ്ചേരിയും ഉദയ പറമ്പിൽപീടികയും ഏറ്റുമുട്ടും. മെയ് 3 വെള്ളിയാഴ്ച മുതൽ കേരളത്തിലെ മികച്ച ടീമുകൾ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നതോടെ കായികാവേശം വാനോളം ഉയരും. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ നിന്നായി ആയിരങ്ങളാണ് രാത്രിയിൽ ക്ഷേത്ര മൈതാനത്തേക്ക് ഒഴുകിയെത്തുന്നത്. കായിക രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധ നേടിയ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായാണ് ആരവം 2024 എന്ന പേരിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ടൂർണമെന്റിൽ നിന്നു ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കായിക രംഗത്തെ വളർച്ചയ്ക്കും വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. ടൂർണമെന്റിന് ചെയർമാൻ VV ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദുണ്ണി, ട്രഷറർ ജ്യോതിദേവ് എന്നിവരടങ്ങുന്ന സംഘാടക സമിതിയാണ് നേതൃത്വം നൽകുന്നത്. CCTV ന്യൂസ് പെരുമ്പിലാവ്. പാറയമ്പാടം സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ വിശുദ്ധ അന്തോണീസിന്റെയും സെബാസ്റ്റ്യാനോസിന്റെയും യൗസേ പിതാവിന്റെയും സമിറ്റ് തിരുനാളിന് കൊടിയേറി. ഞായറാഴ്ച രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ പോൾ അറക്കൽ തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു. മെയ് 4, 5, 6 തീയതികളിലായിട്ടാണ് തിരുനാൾ ആഘോഷം. തിരുനാൾ കമ്മിറ്റി കൺവീനർ ഷാജു മേഞ്ചേരി, കൈക്കാരന്മാരായ മണ്ടുമ്പാൽ ജോയ്സൺ, മണലിൻ ജോയ്, എഡിസൺ ചെറുവത്തൂർ എന്നിവർ നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വയലത്തൂർ നായരങ്ങാടി യൂണിറ്റിന്റെ 41ാമത് വാർഷിക സമ്മേളനം നായരങ്ങാടിയിലെ വടക്കേക്കാട് പഞ്ചായത്ത് കോംപ്ലക്സ് ഹാളിൽ നടന്നു. സംഘടനാ ജില്ലാ സെക്രട്ടറി ലൂക്കോസ് തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് AK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ഭദ്രം പ്ലസ് കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരുന്ന വ്യാപാരിയുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ ചെക്ക് ജില്ലാ സെക്രട്ടറി NR വിനോദ് കുമാർ കൈമാറി. ജോജി തോമസ്, വടക്കേക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ജലീൽ, അഞ്ഞൂരി യൂണിറ്റ് പ്രസിഡന്റ് ലിയോൺ വാഴപ്പള്ളി എന്നിവർ പങ്കെടുത്തു. ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതി ധനസഹായ വിതരണം നടത്തി. തുടർന്ന് മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു. യൂണിറ്റ് സെക്രട്ടറി TJ റോയ്, ട്രഷറർ ജിതേഷ് VR, വൈസ് പ്രസിഡന്റ് സുനിൽ VV എന്നിവർ നേതൃത്വം നൽകി. LSS പരീക്ഷയിൽ വിജയം കൈവരിച്ച മന്ദലാംകുന്ന് GFUP സ്കൂളിലെ PN മുഹമ്മദ് നസ്വാനെ വാർഡ് മെമ്പർ അസീസ് മന്ദലാംകുന്ന് മൊമന്റോ നൽകി ആദരിച്ചു. രക്ഷിതാവ് TA ആയിഷ, പ്രധാന അധ്യാപിക സുനിത മേപ്പുറത്ത്, PTA വൈസ് പ്രസിഡന്റ് VH റബിയത്ത്, മദർ PTA അംഗം ഉനൈസ ഹംസ, അധ്യാപകരായ ഡോക്ടർ TK അനീസ്, PA ഫെബി, ഐശ്വര്യ, മറിയം, ഫാത്തിമ എന്നിവർ സംബന്ധിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6655 രൂപ, സ്വർണം പവന് 53,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം.
വെള്ളി ഗ്രാമിന് 88 രൂപ. ചർമ്മം CCTVയുടെ വിവിധ കേബിൾ നെറ്റ്വർക്കുകളിൽ ഒപ്റ്റിക്കൽ ഫൈബർ വർക്കുകൾ ചെയ്തിരുന്ന ടെക്നീഷ്യൻ ഇട്ടോണം കുട്ടൻകുളങ്ങര രാമചന്ദ്രൻ മാസ്റ്റർ മകൻ സുധീർ നിര്യാതനായി. 48 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് വീട്ടുവളപ്പിൽ നടക്കും. നീതു ഭാര്യയാണ്. ദീക്ഷിത, ദേവദർശ് എന്നിവർ മക്കളാണ്. തയ്യൂർ നെല്ലാട്ടുവളപ്പിൽ രാമകൃഷ്ണൻ ഭാര്യ പ്രേമ നിര്യാതയായി. 66 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് വീട്ടുവളപ്പിൽ നടന്നു. അനീഷ്, ആതിര എന്നിവർ മക്കളാണ്. മാപ്രാണം ചിറയത്ത് കള്ളാപ്പറമ്പിൽ അന്തോണി മകൻ വർഗീസ് നിര്യാതനായി. 59 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 5 മണിക്ക് മാപ്രാണം ഹോളി ക്രോസ് തീർത്ഥ കേന്ദ്രത്തിൽ നടന്നു. ഡോറ വർഗീസ് ഭാര്യയും ഡിജിൻ എന്നിവർ മക്കളുമാണ്. ചൂണ്ടൽ പാറപ്പുറം അറങ്ങാശ്ശേരി വർഗീസിന്റെ ഭാര്യ റോസ നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ചൂണ്ടൽ സാന്തോം ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ജെസ്സി, പരേതനായ ഫ്രാൻസിസ് സേവിയർ, പമേറീന, തോമസ്, ലൂസി, ബേബി, ജോഷി, ജോബി എന്നിവർ മക്കളാണ്. കേച്ചേരി പറപ്പൂക്കാവ് പറപ്പൂ പറമ്പിൽ പുരുഷോത്തമൻ നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം എളവള്ളി പൊതുശ്മശാനത്തിൽ നടന്നു. രാധഭാര്യയും പ്രേമരാജൻ, രഘു, സാജൻ എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ഉഷ്ണതരംഗ സാധ്യത. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയ ക്രമീകരണം മെയ് 15 വരെ നീട്ടിയതായി തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് മുഴുവൻ തൊഴിലിടങ്ങളിലും കർശന പരിശോധന നടത്തുമെന്നും മന്ത്രി. തൃശൂർ വെള്ളാനിക്കരയിൽ സഹകരണ ബാങ്കിലെ സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് വെള്ളാനിക്കര സ്വദേശികളായ അരവിന്ദാക്ഷൻ, ആന്റണി എന്നിവർ. തർക്കത്തിനിടെ ഒരാൾ കൊല്ലപ്പെടുകയും രണ്ടാമത്തെയാൾ ആത്മഹത്യ ചെയ്യുകയുമായിരുന്നുവെന്ന് നിഗമനം. കുണ്ടന്നൂർ ചുങ്കം ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിന് സമീപം നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വൈദ്യുതി പോസ്റ്റിലിടിച്ച് പാടത്തേക്ക് മറഞ്ഞു. പിക്കപ്പ് വാനിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അരിയന്നൂരിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.in. നമസ്കാരം.